എന്നുകൂടിയാണ് പറയുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ് കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ഒരാളെ പുറത്തേക്ക് കൊണ്ടുപോയി അവർ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപകടം നടന്നത് 11 മണിയോടെയാണെങ്കിൽ ഇപ്പോൾ അവരെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയത് അല്പസമയം മുൻപാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ്. ആ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന ആളെ കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരാണ് തുടങ്ങിയ വിവരങ്ങൾ, ആ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിയ ആളെ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളടക്കമാണ് ഇപ്പോൾ കാണുന്നത്. അവരെ ഏതാണ്ട് 11 മണിയോടെ നടന്ന അപകടത്തിൽ അല്പസമയം മുൻപ് മാത്രമാണ് അവരെ കണ്ടെത്തി പുറത്തെടുക്കാനായത്. അവരെ കാഷ്വാലിറ്റിയിലേക്ക് അതിവേഗം പോലീസ് സേന മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനകം ആളുകളില്ല എന്ന മന്ത്രിമാരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് അതിനകത്ത് ആളുകൾ കുടുങ്ങിയിട്ടുണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ പിന്നീടാണ് ഒരാളെ കാണാനില്ല എന്നുള്ള വിവരങ്ങൾ കൂടി എത്തുന്നത്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത ആളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആരാണ് ഇദ്ദേഹം, എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, ഗുരുതരമായ പരിക്കുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, എന്തെങ്കിലും വിവരങ്ങൾ ഈ സമയത്ത് ലഭ്യമാകുന്നുണ്ടോ? ജിൽസി, തകർന്ന കെട്ടിടത്തിന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ച ആ ശരീരം ആരുടേതാണ് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായി അധികൃതർ സ്ഥിരീകരിക്കുന്നില്ല. അതേസമയം ആ ശരീരം ഒരു സ്ത്രീയുടേതാണ്, കാണാനില്ല എന്ന് പരാതി വന്നതും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളമാണ്. പക്ഷേ ഗുരുതരമായ പരിക്കുകളോടെയാണ് അവരെ കാഷ്വാലിറ്റിക്കുള്ളിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. സാരമായ പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ശരീരത്തിൻ്റെ മുഖത്തിൻ്റെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഉള്ള അധികൃതർ പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഖത്തിൻ്റെ തന്നെ രൂപം മാറിപ്പോകുന്ന തരത്തിൽ സാരമായ പരിക്ക് ഈ സ്ത്രീക്ക് ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ റെഡ് സോണിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഗുരുതരമായി പരിക്കേറ്റതുകൊണ്ട് തന്നെ അതീവ നിരീക്ഷണത്തിലാണ്, ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ഈ ഘട്ടത്തിൽ ഉള്ളത്. പക്ഷേ പരിക്കേറ്റ സ്ത്രീ ആരാണ് എന്നുള്ളതും അവരുടെ ഐഡന്റിറ്റി അടക്കം സ്ഥിരീകരിക്കാൻ ഇതേവരെ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു സ്ത്രീ, ബിന്ദു എന്ന സ്ത്രീയെ കാണാനില്ല എന്ന പരാതി ഉയർന്നിരിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഏതാണ്ട് 11 മണിയോടുകൂടിയായിരുന്നു ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതെങ്കിൽ പിന്നീട് 2 മണിക്കൂറോളം പിന്നിട്ടതിന് ശേഷമാണ് ആ ശരീരം, ആ പരിക്കേറ്റ ശരീരം പുറത്തെടുക്കാൻ ഇപ്പോൾ അധികൃതർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അല്പനേരം മുമ്പാണ് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിക്ക് അകത്തേക്ക് അത്യാഹിത വിഭാഗത്തിന് ഉള്ളിലേക്ക് ആ ശരീരം എത്തിച്ചത്. ഗുരുതരമായ പരിക്കുകളോടെയാണ് ആ അത്യാഹിത വിഭാഗത്തിനുള്ളിൽ അവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാരമായ പരിക്ക് ആ സ്ത്രീക്ക് ഏറ്റിട്ടുണ്ട്. ഉടനടി തന്നെ എത്തിക്കുകയായിരുന്നു. ശരീരം പുറത്തെടുത്ത ഉടനടി തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സാന്നിധ്യത്തിൽ അത്യാഹിത വിഭാഗത്തിനുള്ളിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കൊപ്പം ഈ കെട്ടിടം തകർന്നു വീഴുമ്പോൾ അതിന് തൊട്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ കൂടി ചേരുന്നുണ്ട്. എന്തായിരുന്നു സംഭവിച്ചത്? സാർ, ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സെല്ലാം വന്നിട്ട് പോയി അവിടെ ഇരിക്കുമ്പം തന്നെ ഞങ്ങളുടെ അപ്പുറത്തെ സൈഡിൽ തന്നെ കെട്ടിടം മുകളിൽ നിന്ന് ഇങ്ങനെ ഇടിഞ്ഞ് വീണുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം തന്നെ എൻ്റെ മോന് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു. ഇന്നലെയായിരുന്നു ഓപ്പറേഷൻ. ഞങ്ങൾ കട്ടിലൂടെ പൊക്കിക്കൊണ്ട് ഓടി ഇവിടെ കൊണ്ടിട്ടതിന് ശേഷമാണ് ഞങ്ങൾ മുളത്തെ നിലയിൽ കൊണ്ടുപോയത്. അപ്പോഴത്തേക്കും ഞങ്ങൾ 3ാമത്തെ നിലയിൽ കൊണ്ടുപോയപ്പോൾ അവർ പറയുന്നു ഇവിടെ പറ്റത്തില്ലെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ചോദിച്ചു, ജീവനാണോ വലുത്, നിങ്ങൾക്ക് ഇതാണോ വലുതെന്ന് ചോദിച്ചു, നിങ്ങൾ ഡ്യൂട്ടിയാണോ വലുതെന്ന് ചോദിച്ചു. പിന്നെ 4ാമത്തെ നിലയിൽ പോകുമ്പോൾ ഞങ്ങൾ 4ാമത്തെ നിലയിൽ പോയി പറഞ്ഞു അവിടെയും പറ്റത്തില്ലെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർ പറഞ്ഞു മോളെ കുഞ്ഞിനെ ഇനി കൊണ്ടുപോയി ഇവിടെ തന്നെ കിടത്തുന്നതെന്ന് പറഞ്ഞ് അവർ പിന്നെ ലാസ്റ്റ് അടുത്തേക്ക് കിടത്തുമായിരുന്നു കുഞ്ഞിനെ. അവിടെ ഭയപ്പെട്ടു പോയി. ഞങ്ങൾ ജീവനും കൊണ്ട് ഞങ്ങൾ ഓടുക. ഞങ്ങൾക്ക് ഒന്നും വേണ്ടായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് ജീവനത്തെ കിട്ടി. ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ കുഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ എൻ്റെ കുഞ്ഞ് കിടക്കുന്നത് ഇവിടെ. അന്നേരം അവർ പറയുന്ന ഈ ഒരു സ്ഥിതിയാണ് പറയുന്നത്, ഇവിടെ കിടത്താൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞത്. ഇടിഞ്ഞു വീഴുമ്പോൾ അതിന് തൊട്ട് സമീപത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഇരുന്ന കെട്ടിടം തന്നെ ഇടിഞ്ഞു വീണു. മേളിൽ നിന്ന് ഞങ്ങളുടെ ഭാഗത്തോടെ വീണോണ്ടിരുന്നത്. ആഷിഖ്, ഒരു നിമിഷം അവരോടൊന്ന് ചോദിക്കാമോ? ആ കെട്ടിടം, അതായത് പ്രവർത്തനം ഉണ്ടായിരുന്നു, ആ കെട്ടിടത്തിൽ രോഗികൾ ഉണ്ടായിരുന്നു, ഡോക്ടർ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളാണോ? ഞങ്ങൾ ജീവനും കൊണ്ട് കൂടുമായിരുന്നു. നിങ്ങൾ പറയുന്നത് ഈ തകർന്നു വീണ കെട്ടിടത്തിൽ നിങ്ങൾ ചികിത്സയിലുണ്ടായിരുന്നു. ഓപ്പറേഷന് ശേഷം അവിടെ ആ കെട്ടിടത്തിൽ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്നലെ നമ്മൾ 11ാം വാർഡിലോട്ടാണ് മാറ്റിയത്. ആ വാർഡിലെ മോളത്തെ കെട്ടിടമാണ് ഞങ്ങളുടെ ഭാഗത്തോട്ട് ഇടിഞ്ഞ് വീണുകൊണ്ടിരുന്നത്. അവിടെ ഇടിഞ്ഞ് വീഴുന്ന ഞങ്ങളുടെ മേത്തോട്ട് വീഴുന്ന കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കുഞ്ഞിനെയും കട്ടിലൂടെ പൊക്കിക്കൊണ്ട് ഞങ്ങൾ ഓടുമായിരുന്നു. എല്ലാ പേഷ്യൻ്റെയും അങ്ങനെ അവിടെ നിന്നൊരു തോളയിലും കട്ടിലും എല്ലാം താങ്ങിക്കൊണ്ട് ഓടി ഇവിടെ കൊണ്ട് ഇടുമായിരുന്നു കുഞ്ഞുങ്ങളെ.
തീർച്ചയായും ജിൽസി, അവർ പറയുന്നത് അവർ ചികിത്സ കഴിഞ്ഞിരുന്ന കെട്ടിടത്തിന് തൊട്ട് സമീപത്ത് തന്നെയായിരുന്നു, മുകൾ ഭാഗത്തായിട്ടായിരുന്നു ഇപ്പോൾ ഈ തകർന്നു വീണ കെട്ടിടമെന്നും ചികിത്സയിൽ കിടന്നിരുന്ന സമയം രോഗികൾ കിടന്നിരുന്ന ഇടത്തേക്ക് ഈ ഇപ്പോൾ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നത് കണ്ടുകൊണ്ട് രോഗികളെ കട്ടിലടക്കം എടുത്ത് ഓടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഈ